ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്തവർ ഒന്നിച്ച് മണ്ണിലേക്ക് 16 മൃതദേഹങ്ങൾ പുത്തുമലയിൽ സംസ്കരിച്ചു. സംസ്കാരം സർവ്വമത പ്രാർത്ഥനയോടെ. 14 മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. മരണസംഖ്യ 400 കടന്നു. മുണ്ടക്കൈ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര സർക്കാർ. ഖനനത്തിനും കയ്യേറ്റത്തിനും നിയമവിരുദ്ധ സംരക്ഷണം നൽകിയെന്ന് കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ്. സൈന്യം തീരുമാനിക്കും വരെ തെരച്ചിൽ തുടരണമെന്ന് മന്ത്രിസഭാ ഉപസമിതി. പുനരധിവാസത്തിന് സാലറി ചാലഞ്ചുമായി സംസ്ഥാന സർക്കാർ. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി. ദൗത്യം 5 ദിവസം നിർത്തിവെച്ചത് റെഡ് അലർട്ട് കാരണമെന്ന് സർക്കാർ കോടതിയിൽ. വിഷയം ഗൗരവമായി കാണാൻ ഹൈക്കോടതി നിർദ്ദേശം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു. രാജ്യത്തിന്റെ ഭരണം സൈന്യം ഏറ്റെടുത്തു. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടി. സർക്കാർ ജോലിയിൽ സംവരണത്തിനെതിരെ ബംഗ്ലാദേശിൽ കലാപം രൂക്ഷം. മദ്യനയക്കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാതെ ഡൽഹി ഹൈക്കോടതി. വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. കോടതി നടപടി CBI രജിസ്റ്റർ ചെയ്ത കേസിൽ. തിരുവനന്തപുരത്ത് 3 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം. 3 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. മരിച്ച നെയ്യാറ്റിങ്കര സ്വദേശിക്കും രോഗം സ്ഥിരീകരിച്ചു. പാരീസ് ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ വെങ്കല പോരാട്ടത്തിന് ലക്ഷ്യാസെൻ കളത്തിൽ. അമേരിക്കയുടെ നോഹ ലൈസ് വേഗരാജാവ്. 100 മീറ്ററിൽ 9.79 സെക്കൻഡിൽ ഫിനിഷിംഗ്. 7ാം ദിനം വയനാടിനൊപ്പം.